റവന്യൂ അവകാശങ്ങൾക്കായുള്ള മുനമ്പത്തെ 600 കുടുംബങ്ങളുടെ ഭൂസമരം ആരംഭിച്ചിട്ട് ഇന്ന് 1 വർഷം. മുനമ്പ നിവാസികളും വഖഫ് ബോർഡും തമ്മിലുള്ള ഭൂമി തർക്കമാണ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിലേക്ക് നയിച്ചത്. 1 വർഷം പിന്നിടുമ്പോൾ മുനമ്പം നിവാസികളുടെ പോരാട്ടം തുടരുകയാണ്. റിപ്പോർട്ട് കാണാം. സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾക്കായാണ് 2024 സെപ്റ്റംബർ 27-ന് മുനമ്പത്തെ ജനങ്ങൾ വഞ്ചി സ്ക്വയറിൽ സമരപ്രഖ്യാപനം നടത്തിയത്. 600 കുടുംബങ്ങളുടെ ആ സമരപോരാട്ടം ഇന്ന് 1 വർഷത്തിലെത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് മൂലം കുടിയിറക്ക് ഭീഷണിയിലാണ് ഇന്നും മുനമ്പത്തെ ജനങ്ങൾ. 1 വർഷമായി സമരമുഖത്ത് തുടരുമ്പോഴും മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. ഞങ്ങൾ ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതും അതേപോലെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെയും കാരണം കേരളത്തിലെ പൊതുമനസാക്ഷി ഉണർന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് കണ്ണു തുറക്കുന്നതിനും അതേപോലെ തന്നെ നീതിപീഠത്തിൻ്റെയും കണ്ണു തുറന്ന് യഥാർത്ഥമായ വശങ്ങൾ പഠിച്ച് ഞങ്ങൾക്ക് പ്രശ്നത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. നിലവിൽ സമരപ്പന്തലിൽ നടത്തിവരുന്ന നിരാഹാര സമരം കൂടുതൽ ശക്തമായി തുടരും. ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഗതികേട് കൊണ്ടാണ്. ഒരു രാഷ്ട്രീയക്കാരെയും ഒരു ഗവൺമെന്റിനെയും പിണക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളുടെ ഉപവാസ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മുനമ്പം നിവാസികൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നപരിഹാരം നീളുകയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.